പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അതിൽ ക്ഷമിക്കും. അവൻ്റെ ഖലാ അത് ഏത് രീതിയിലാണെങ്കിലും അതിൽ തൃപ്തിപ്പെടുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യും. പലസ്തീനിയൻ ജേർണലിസ്റ്റായ ഖലീൽ അബു ഇല്യാസ് തൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗാസ എന്നേക്കുമായി മായ്ക്കപ്പെടും. സ്വർഗത്തിൽ വെച്ച് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ചരിത്രത്തിൽ വെച്ച് ഏറ്റവും അനീതിപരമായ അറബ് രാജ്യങ്ങളോട് വിട. കൺമുന്നിൽ ഇത്രയേറെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ ഇന്നും ഗാസയോട് മൗനം പാലിക്കുകയാണ്. ആ സമയത്ത് പോലും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം കാരണം ഗാസ തനിച്ച് നിന്ന് പോരാടുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ യഥാർത്ഥ വിശ്വാസികളാണോ? അതേ എന്നായിരുന്നു സഹാബത്തിന്റെ മറുപടി. എന്താണ് ആ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളമെന്ന് ചോദിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അള്ളാഹുവിനെ ഓർക്കും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അതിൽ ക്ഷമിക്കും. അവൻ്റെ ഖലാ അത് ഏത് രീതിയിലാണെങ്കിലും അതിൽ തൃപ്തിപ്പെടുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ, എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നതിൻ്റെ ഉദാത്തമായ മാതൃകയായി മാറുകയാണ് ഓരോ പലസ്തീനിയൻ ജനതയും.